ഹു ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിക്കുന്നത്? ഹു എന്ന ചോദ്യവാക്കിന് ആര് എന്നാണ് അർത്ഥം. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഹു ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിക്കുന്നത്? 2. ഹിസ് കാർ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. അവൻ്റെ കാറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹിസ് കാർ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാറ്. ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, കാണാൻ നല്ല ഭംഗിയുണ്ട്. 3. ഐ ആം ഓൺ ദ ഫോൺ. ഞാൻ ഫോണിലാണ്. അതായത് നമ്മൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ ഞാൻ ഫോണിലാണ്. അതിനെ ഐ ആം ഓൺ ദ ഫോൺ എന്നാണ് പറയുക. 4. ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക് ഈദർ. എനിക്കും ഒരു ബൈക്കില്ല. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ല. എ ബൈക്ക്, ഒരു ബൈക്ക്. അവസാനം ഒരു ഈദർ ചേർക്കുമ്പോൾ എന്താ അർത്ഥം വരിക? എനിക്കും ഒരു ബൈക്കില്ല എന്ന് അർത്ഥം വരും. 5. വെൻ ഈസ് ദ ലാസ്റ്റ് ടൈം യു ടോക്ക്ഡ് ടു ഹിം. നീ അവസാനമായി അവനോട് സംസാരിച്ചത് എപ്പോഴാണ്? വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. ഈസ് ആണ്. ദ ലാസ്റ്റ് ടൈം അവസാനമായി. യു ടോക്ക്ഡ് നീ സംസാരിച്ചത്. ടു ഹിം അവനോട്. നീ അവസാനമായി അവനോട് സംസാരിച്ചത് എപ്പോഴാണ്? 6. ദേ ലൈക്ക് പീപ്പിൾ വിത്ത് മണി. പണമുള്ള ആളുകളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ദേ എന്ന് പറഞ്ഞാൽ അവർ. ലൈക്ക് ഇഷ്ടപ്പെടുന്നു. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ. മണി പണം. പീപ്പിൾ വിത്ത് മണി എന്ന് പറഞ്ഞാൽ പണമുള്ള ആളുകളെ. പണമുള്ള ആളുകളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. 7. ഈസ് യുവർ കാർ ന്യൂ. നിന്റെ കാർ പുതിയതാണോ? ഈസ് തുടക്കത്തിൽ വരുമ്പോൾ ചോദ്യമായിട്ട് മാറും. ഈസ് യുവർ കാർ ന്യൂ. നിന്റെ കാറ് പുതിയതാണോ? 8. ഹി ഈസ് ആൻ എക്സ് മിനിസ്റ്റർ. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രി. എക്സ് എന്ന വാക്കിന് മുൻ എന്നാണ് അർത്ഥം. എക്സ് മിനിസ്റ്റർ മുൻ മന്ത്രി. ആൻ എന്ന് പറഞ്ഞാൽ ഒരു. അദ്ദേഹം ഒരു മുൻ മന്ത്രിയാണ്. 9. ഹു ഈസ് ഹി ടോക്കിംഗ് ടു? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? ഒന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പഠിച്ചത് എന്താ? ഹു ആർ യു ടോക്കിംഗ് ടു? നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഹു എന്ന ചോദ്യവാക്കിന് ശേഷം ആറാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം എന്താ? അവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ടാണ് നമ്മൾ 6 ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ ഹു എന്ന ചോദ്യവാക്കിന് ശേഷം ഈസാണ് ഉപയോഗിച്ചത്. കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. 10. ദോസ് ബേർഡ്സ് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ആ പക്ഷികളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദോസ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ആ പക്ഷികൾ. ദോസ് എന്ന വാക്കിന് ഇവിടെ ആ എന്ന അർത്ഥമാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പഠിച്ചത് ഹിസ് കാർ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. അവൻ്റെ കാറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ലുക്സ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം അവിടുത്തെ സബ്ജക്റ്റ് ഹിസ് കാർ എന്നുള്ളതാണ്. ഹിസ് കാർ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ലുക്സ് എന്ന് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ ദോസ് ബേർഡ്സ് എന്നുള്ള സബ്ജക്റ്റ് പ്ലൂരൽ ആണ്. ഒന്നിൽ കൂടുതലുണ്ട്. ആ പക്ഷികൾ അത് ഒന്നിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് ലുക്സ് എന്ന് വേണ്ട, ലുക്ക് എന്ന് മാത്രം മതി. 11. ഈസ് ഹി ഓൺ ദ ഫോൺ? അവൻ ഫോണിലാണോ? ഐ ആം ഓൺ ദ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിലാണ്. മൂന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പഠിച്ചു ഞാൻ ഫോണിലാണ്. ഇനി അവൻ ഫോണിലാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് തുടക്കത്തിൽ ചേർക്കാം. ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഈസ് ചേർക്കുന്നത്. ഈസ് ഹി ഓൺ ദ ഫോൺ? അവൻ ഫോണിലാണോ? 12. ഹു വേർ യു ടോക്കിംഗ് ടു? നീ ആരോട് സംസാരിക്കുകയായിരുന്നു? വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം. ഒന്നാമത്തെ സെന്റൻസിലെ ഹു ആർ യു ടോക്കിംഗ് ടു എന്നാണ് നമ്മൾ പഠിച്ചത്. നീ ആരോട് സംസാരിക്കുകയാണ്. ഇവിടെ വേർ ആയതുകൊണ്ട് നീ ആരോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം വരിക. 13. ഡു യു ഹാവ് എ കാർ? നിനക്ക് കാറുണ്ടോ? ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഉണ്ടോ. എ കാറ്, ഒരു കാറ്. 14. ഡസ് ഹിസ് കാർ ലുക്ക് ബ്യൂട്ടിഫുൾ? അവൻ്റെ കാറ് കാണാൻ ഭംഗിയുണ്ടോ? രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പഠിച്ചത് ഹിസ് കാർ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ്. അവൻ്റെ കാറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനെ ചോദ്യമാക്കിയതാണ് ഇവിടെ. ഡസ് ഹിസ് കാർ ലുക്ക് ബ്യൂട്ടിഫുൾ? അവൻ്റെ കാറ് കാണാൻ ഭംഗിയുണ്ടോ? 15. ഡു യു ലൈക്ക് സച്ച് പീപ്പിൾ? നിനക്ക് അത്തരം ആളുകളെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമാണോ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ.
സച്ച് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള, പീപ്പിൾ ആളുകൾ. 16 ഐ സോ അവർ എക്സ് പ്രസിഡന്റ് യെസ്റ്റർഡേ. നമ്മുടെ മുൻ പ്രസിഡന്റിനെ ഞാൻ ഇന്നലെ കണ്ടു. ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. അവർ നമ്മുടെ, എക്സ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുൻ പ്രസിഡന്റ്. യെസ്റ്റർഡേ എന്നാൽ ഇന്നലെ. 8ാമത്തെ സെന്റൻസിൽ നമ്മൾ എക്സ് മിനിസ്റ്റർ, മുൻ മന്ത്രി എന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ എക്സ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്. 17 ഡസ് ഷീ ഹാവ് എ ഫോൺ. അവൾക്ക് ഒരു ഫോൺ ഉണ്ടോ? ഡസ് ഷീ ഹാവ്, അവൾക്ക് ഉണ്ടോ? എ ഫോൺ, ഒരു ഫോണ്. നിനക്കുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? 13ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു. ഡു യു ഹാവ്, നിനക്ക് ഉണ്ടോ. എന്നാൽ അവൾക്ക് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഡസ് ഷീ ഹാവ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, അത് സിംഗുലർ ആണ്, ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, ഏകവചനമാണ്. അതുകൊണ്ട് നമ്മൾ ഡസ് തുടക്കത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ ഡു യു ഹാവ് എന്നാണ് പറയേണ്ടത്. കാരണം യു എന്ന സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഡസ് യു ഹാവ് എന്ന് പറയില്ല, ഡു യു ഹാവ് എന്നേ പറയാൻ പാടുള്ളൂ. 18 ഐ ലൈക്ക് ഫ്രൂട്ട്സ്. എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ഐ വാസ് ഓൺ ദ ഫോൺ. ഞാൻ ഫോണിൽ ആയിരുന്നു. ഐ വാസ് എന്നാൽ ഞാൻ ആയിരുന്നു. ഓൺ ദ ഫോൺ, ഫോണിൽ. ഞാൻ ഫോണിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു 3ാമത്തെ സെന്റൻസിൽ. ഐ ആം ഓൺ ദ ഫോൺ. ഐ വാസ് ഓൺ ദ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൽ ആയിരുന്നു എന്നാണ് അർത്ഥം. 20 ഷീ ലൈക്സ് സ്വീറ്റ്സ്. അവൾക്ക് മിഠായികൾ ഇഷ്ടമാണ്. ഷീ ലൈക്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണ്. സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ മിഠായികൾ. എനിക്ക് ഇഷ്ടമാണ് എന്ന് നമ്മൾ പഠിച്ചു 18ാമത്തെ സെന്റൻസിൽ. ഐ ലൈക്ക്. എന്നാൽ അവൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതിന് ഷീ ലൈക്സ് എന്നാണ് പറയേണ്ടത്. ഷീ എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആളേ ഉള്ളൂ, ഏകവചനമാണ്. അപ്പോൾ ലൈക്സ് എന്ന് വേണം ഉപയോഗിക്കാൻ. എന്നാൽ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ലൈക്ക് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ലൈക്സ് എന്ന് പറയാൻ പാടില്ല. 21 യുവർ ഷർട്ട് ഡസന്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. നിന്റെ ഷർട്ട് കാണാൻ ഭംഗിയില്ല. അവന്റെ കാറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ 2ാമത്തെ സെന്റൻസിൽ പഠിച്ചു. ഹിസ് കാർ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന്. അത്തരം സെന്റൻസിന്റെ നെഗറ്റീവ് ആണ് ഇത്. ഭംഗിയില്ല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, യുവർ ഷർട്ട് ഡസന്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. 22 ഡസ് ഷീ ലൈക്ക് ഐസ്ക്രീം. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമാണോ ഐസ്ക്രീം. നിനക്ക് ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കുക? ഡു യു ലൈക്ക്. 15ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു ഡു യു ലൈക്ക്. എന്നാൽ അവൾക്ക് ഇഷ്ടമാണോ എന്ന് ഡസ് ഷീ ലൈക്ക് എന്നാണ് ചോദിക്കേണ്ടത്. ഷീ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഡസ് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യു എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഡു എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഡു യു ലൈക്ക് എന്ന് ഉപയോഗിച്ചത്. 23 മൈ ബ്രദർ ഡസന്റ് ഹാവ് എ വാച്ച്. എൻ്റെ സഹോദരന് ഒരു വാച്ചില്ല. മൈ ബ്രദർ, എൻ്റെ സഹോദരൻ. ഡസന്റ് ഹാവ്, ഇല്ല. എ വാച്ച്, ഒരു വാച്ച്. എൻ്റെ സഹോദരന് ഒരു വാച്ചില്ല. ഇനി എനിക്കില്ല എന്നെങ്ങനെയാണ് പറയാ? ഐ ഡോണ്ട് ഹാവ്. 4ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു ഐ ഡോണ്ട് ഹാവ്. അവിടുത്തെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡോണ്ട് എന്ന് ഉപയോഗിച്ചത്. ഐ എന്ന സബ്ജക്റ്റിന് ശേഷം ഡോണ്ട് എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഡസന്റ് ഉപയോഗിക്കില്ല. എന്നാൽ ഇവിടുത്തെ സബ്ജക്റ്റ് മൈ ബ്രദർ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണ്. മൈ ബ്രദർ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഡസന്റ് ഉപയോഗിച്ചത്. മൈ ബ്രദർ ഡോണ്ട് ഹാവ് എന്ന് പറയില്ല, മൈ ബ്രദർ ഡസന്റ് ഹാവ് എന്നാണ് പറയേണ്ടത്. 24 ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് അത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ്, അത്. എനിക്ക് ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാ? ഐ ലൈക്ക്. 18ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ നെഗറ്റീവാണ് ഐ ഡോണ്ട് ലൈക്ക് എന്നുള്ളത്, എനിക്ക് ഇഷ്ടമല്ല. 25 ഡിഡ് യു സീ ഹിം ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച നീ അവനെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ നീ അവനെ കണ്ടോ? സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. ഡിഡ് യു സി എന്ന് ഒരുമിച്ച് പറയുമ്പോൾ നീ കണ്ടിരുന്നോ അല്ലെങ്കിൽ നീ കണ്ടോ എന്നാണ് അർത്ഥം. ഹിം, അവനെ. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. ഞാൻ കണ്ടു എന്നെങ്ങനെ പറയാ? ഐ സോ.
16ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു ഐ സോ, ഞാൻ കണ്ടു. അതിനെ ചോദ്യമാക്കിയതാണ് ഇത്. നീ കണ്ടിരുന്നോ? ഡിഡ് യു സീ? 26 ഹി ഡസൻറ്റ് ലൈക്ക് ഫാസ്റ്റ് ഫുഡ്. അവന് ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമല്ല. ഹി ഡസൻറ്റ് ലൈക്ക്, അവന് ഇഷ്ടമല്ല. ഇനി എനിക്ക് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയാ? 24ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ അവന് ഇഷ്ടമല്ല എന്നുള്ളതിനെ ഹി ഡസൻറ്റ് ലൈക്ക് എന്നാണ് പറയേണ്ടത്. കാരണം ഹി എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഡസൻറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ ഡോണ്ട് എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. 27 എവരിബഡി ലൈക്ഡ് ഹിം. എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. എവരിബഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും, ലൈക്ഡ് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നു, ഹിം അവനെ. ലൈക്കിന്റെ പാസ്റ്റ് ഫോം ആണ് ലൈക്ഡ്. 28 ഐ ഡിഡൻറ്റ് സീ ഹിം ദെയർ. ഞാൻ അവനെ അവിടെ കണ്ടില്ല. സീ എന്ന് പറഞ്ഞാൽ കാണുക. ഐ ഡിഡൻറ്റ് സീ, ഞാൻ കണ്ടില്ല, ഹിം അവനെ, ദെയർ അവിടെ. ഞാൻ കണ്ടു എന്നുള്ളതിന് നമ്മൾ പഠിച്ചു ഐ സോ. 16ാമത്തെ സെന്റൻസിൽ നമ്മൾ പഠിച്ചു. അതിന്റെ നെഗറ്റീവ് ആണിത്, കണ്ടില്ല. ഐ ഡിഡൻറ്റ് സീ, ഞാൻ കണ്ടില്ല. ഈ സെന്റൻസുകളെല്ലാം നന്നായി പഠിച്ച് നിങ്ങളുടെ നിത്യ സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.